എന്താ ഞങ്ങളെ ഘടകകക്ഷിയാക്കുന്നതിലെ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവാസി അസോസിയേഷൻ, ഒരു കമ്പ്യൂട്ടറും 2 ആളുമുള്ളൊരു പാർട്ടി ഇതിൽ ഘടകകക്ഷിയാണ്. മറ്റുള്ള ഘടകകക്ഷികളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും അറിയില്ല അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച്. പത്രക്കാരായ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അവരെ പോലും എന്താ പറയുക, ഇതിൽ ഘടകകക്ഷിയാണ്. അപ്പോൾ അതിൽ ഒരു മിനിറ്റ്, അപ്പോൾ അവരെ പോലും ഘടകകക്ഷിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഘടകകക്ഷിയാക്കാൻ പറ്റാത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അതിൻ്റെ വിശദീകരണം തരണം. അല്ല, സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞത് പിൻവലിക്കണമെന്നുള്ളത് അവരുടെ ഒരു ന്യായമായ ആവശ്യമായിട്ട് തോന്നുന്നു. അല്ല, തിരുത്തണമെങ്കിൽ ഞങ്ങൾ എടുക്കണമെന്ന് ഉറപ്പ് വേണ്ടേ? ഇപ്പൊ UDF എടുക്കുന്ന തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരു മിനിറ്റ് അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേഷൻ അതാണ്. അല്ല, അതൊക്കെ ഇപ്പൊ നാളെ നമ്മൾ വിശദീകരിക്കും. നമ്മളെ കമ്മിറ്റി ഇനിയിപ്പോ ഷൗക്കത്തിന് എന്തുകൊണ്ടാണ് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞത്, അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും. വെറുതെ അല്ല പറഞ്ഞത്. ഷൗക്കത്തും ഞാനും ഈ പറയുന്ന UDF ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് ഷൗക്കത്ത് തോറ്റുപോയാൽ ആർക്കും അതിൻ്റെ ഉത്തരവാദിത്വം? ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലുവാരിയെന്ന്. പിണറായിസും അവിടെ അവസാനിച്ചില്ല. അതോട് കൂടിയിട്ട് അല്ല, ഞാൻ പറയട്ടെ ഷൗക്കത്ത് മത്സരിക്കുന്നു, ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും? അപ്പം എന്തായി? എൻ്റെ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചു. വസ്തുതയല്ലേ? അപ്പം ഷൗക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും. പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത്. ഞാൻ രാജിവെച്ചത് എന്താ? ആ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാലോ, ഞാൻ അടുത്ത പ്രാവശ്യം ഇപ്പോൾ നിലമ്പൂരിൽ പിണറായിസത്തിനെതിരെ മത്സരിച്ച് ജയിക്കും, ജനങ്ങൾ എന്നെ സഹായിക്കണം. ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ പറഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നത്. ഇനി ഈ ഗവൺമെൻറ്റിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ ഇലക്ഷൻ വർക്കിലാണല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ചെയർമാനുണ്ടോ? മറ്റു നേതാക്കന്മാരുണ്ടോ? ആർക്കും അതിൽ എതിർപ്പുണ്ടാവുക? ഒരാൾക്കും എതിർപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, രാജിവെച്ചു എന്ന് മാത്രമല്ല, എൻ്റെ പൊസിഷൻ കൂടി ത്യാഗം ചെയ്തിട്ട് നമ്മൾ കൈമാറുകയാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്ത്. മലയോര കർഷകരെ കൂട്ടിപ്പിടിക്കുക. മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത്. ആ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ശേഷിയുള്ളതും ആ ഒരു മലയോര കുടിയേറ്റ കർഷകനായ ഒരു വ്യക്തിയെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാതകം. അതാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആവർത്തിച്ച് പൊന്നു ചങ്ങാതി, ഇപ്പോഴത്തെ കാര്യമല്ല പറയണം, അന്നത്തെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഘടകകക്ഷിയാക്കി കഴിഞ്ഞല്ലോ, ജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല. മനസ്സിലായോ? അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ? അല്ല, ജനങ്ങൾ വോട്ട് ചെയ്യണ്ടല്ലേ? എനിക്കൊരു വോട്ടല്ലേ? എനിക്ക് അതുമില്ല അവിടെ. എനിക്ക് കർണാടക, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ? അപ്പം അതെ എൻ്റെ കുഴപ്പമില്ല. അതിൻ്റെ കുഴപ്പം എന്താണെന്നും ഞാൻ എന്തുകൊണ്ടാണ്, എനിക്ക് ഷൗക്കത്തിനോട് ഒരു വിരോധമില്ല. എൻ്റെ ബന്ധു കൂടിയാണ്. മിനിയാന്നും കൂടി അവൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഊണ് കഴിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശത്രുവിൻ്റെ കൂടെ ആരെങ്കിലും ഊണ് കഴിക്കൂ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ പോലെ, നിങ്ങളുടെ ഉദ്ദേശം എന്താ എനിക്കറിയാം. ഒരു ശത്രുവിൻ്റെ കൂടെ എന്താ പറയുക, ഇത്രയും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ നിൽക്കുമ്പോൾ ഞാനും ഷൗക്കത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് രാഷ്ട്രീയം പറഞ്ഞിട്ട് അവിടുന്ന് പിരിയുന്നത്. പക്ഷേ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നാളെ വൈകുന്നേരം പറയട്ടെ. അല്ല, മതി, ഇനി പറയാനില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം.